കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ചെറുപുഷ്പമൊഴി കൊച്ചു ത്രേസ്യ മരീഗൊലിന് എഴുതുന്ന കത്തിൻ്റെ ഭാഗമാണ്. അവൾ വലിയ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വേള യേശു തന്നെ കൈവിട്ടോ എന്ന ചിന്ത ഉണർത്തുമ്പോൾ അവൾക്ക് കൊച്ചു ത്രേസ്യ ഇപ്രകാരമാണ് ഉപദേശിച്ചു കൊടുക്കുക: ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ ഒരാശ്വാസവും നിനക്ക് അനുഭവമില്ല എന്നതിൽ നീ വിഷമിക്കേണ്ട. സ്നേഹത്തോടെ സഹിക്കേണ്ട ഒരു പരീക്ഷയാണിത്. എല്ലാ ദിവസവും നീ കണ്ടുമുട്ടുന്ന മുള്ളുകൾ ഒന്നും നീ നഷ്ടപ്പെടുത്തരുത്. അവയൊന്നിനെ കൊണ്ട് നിനക്ക് ഒരു ആത്മാവിനെ രക്ഷിക്കാം. ജീവിതത്തിലെ സഹനങ്ങളുടെ തീച്ചുളയിൽ ഈ സഹനങ്ങൾ കൊണ്ട് ആത്മാവിനെ രക്ഷിക്കാം എന്നുള്ള വലിയൊരു ഉൾക്കരുത്താണ് പുണ്യവതി നൽകുക. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചു ത്രേസ്യ പുണ്യവതി എല്ലാ സഹനങ്ങളെയും ആത്മാക്കളുടെ രക്ഷയ്ക്കായിട്ട് നീ തിരിച്ചുവിട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലും ആത്മാക്കൾക്ക് വേണ്ടി നിലകൊള്ളുവാനായിട്ട്, അവരെ രക്ഷിക്കുവാനായിട്ട് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങളൊന്ന് പറയാം. നിന്റെ നല്ല ദൈവത്തിൽ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം.